പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നത് ഇപ്പോൾ നിർബന്ധമായ കാര്യമാണ്. പാൻ കാർഡ് അസാധുവാകാതിരിക്കാൻ എല്ലാവരും ലിങ്കിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് ആദായനികുതി വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഇത് ചെയ്യേണ്ടതുണ്ടോ? ചില വിഭാഗങ്ങൾക്ക് ഈ ലിങ്കിങ്ങിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. പ്രവാസികൾക്കും മുതിർന്ന പൗരന്മാർക്കും മൈനർമാർക്കും ഇത് ബാധകമാണോ? പുതിയ നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദായനികുതി നിയമമനുസരിച്ച് ഭൂരിഭാഗം ആളുകൾക്കും പാൻ ആധാർ ലിങ്കിംഗ് നിർബന്ധമാണെങ്കിലും താഴെ പറയുന്ന വിഭാഗങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻകം ടാക്സ് നിയമപ്രകാരം NRIക്കാർക്ക് പദവിയുള്ളവർക്ക് പാൻ ആധാർ ലിങ്കിംഗ് നിർബന്ധമല്ല. ഇവർക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിലും പാൻ കാർഡ് പ്രവർത്തനരഹിതമാകില്ല. സൂപ്പർ സീനിയർ സിറ്റിസൺസ് എന്ന് വിശേഷിപ്പിക്കുന്ന 80 വയസ്സിന് മുകളിലുള്ളവർക്കും ഇത് നിർബന്ധമല്ല. ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അവർ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതില്ല. അസം, മേഘാലയ, കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്കും നിലവിൽ ലിങ്കിംഗ് നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ പ്രായപൂർത്തിയാകാത്തവരുടെ പേരിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ആധാർ ഉണ്ടെങ്കിൽ ലിങ്ക് ചെയ്യുന്നതാണ് ഉചിതം. എന്നാൽ നിയമപരമായ നിർബന്ധങ്ങളിൽ ഇളവുകൾ ഉണ്ടാകാറുണ്ട്. ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും പാൻ കാർഡ് അവരുടെ വ്യക്തിഗത ആധാറുമായി ബന്ധിപ്പിക്കണം എന്നതാണ്. ഒരാൾക്ക് ഇളവുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ബാധകമാകില്ല.